Hi all, welcome back to Sheenu's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോണ്ടന്റ് ടോപ്പറിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് കേക്കിന്റെ മേളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുട്ടി ഷൂ ആണ്. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷൂ ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലുള്ള ഫോണ്ടന്റ് ഷൂസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഗൂഗിളിൽ തന്നെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് ഫോണ്ടന്റ് ബേബി ഷൂ ടെംപ്ലേറ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുമാതിരിയുള്ള ഒത്തിരി ടെംപ്ലേറ്റ്സ് കിട്ടും. ഒന്നിലും നമുക്കതൊന്ന് പ്രിന്റ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊബൈലിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് എത്ര വലുപ്പമാണോ വേണ്ട അതിനനുസരിച്ച് സൂം ചെയ്തിട്ട് ഫോണിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അത് ഇതുപോലെ ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഷൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് പർപ്പിൾ കളറിലും വൈറ്റ് കളറിലുള്ള ഫോണ്ടന്റ് നല്ലപോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കോൺഫ്ലോറും ടൈലോസ് പൗഡറും ഇട്ടിട്ടാണ് നീഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ ആ ഒരു പർപ്പിൾ കളറിലുള്ള ആ ഒരു ഫോണ്ടന്റ് നല്ലതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം തിക്നെസ്സിൽ തന്നെ റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാജിക് കളേഴ്സിന്റെ ലൈലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്നത് ഇതുപോലെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത പീസും ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇതൊന്ന് ഡ്രൈ ആകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ടെംപ്ലേറ്റ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം മാറ്റി വെച്ചു. ഇനി ഞാൻ വൈറ്റ് കളർ ഫോണ്ടന്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി നീളത്തിന് അതിലൊന്ന് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ 2 സ്ട്രിപ്പ് നമുക്ക് വേണം. അപ്പം അതൊക്കെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങാം. ഷൂസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലുള്ള ഒരു പോർഷൻ എടുത്തിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂ കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഈക്വലായിട്ട് വേണം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അതും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പോർഷൻസും വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. ഇപ്പം നമുക്ക് ആ ഒരു പോർഷൻ വെക്കുന്നതിന് മുമ്പ് അതൊന്ന് സപ്പോർട്ടീവായിട്ട് നിൽക്കാനായിട്ട് കുറച്ച് ഇതുപോലുള്ള ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് അവിടെ സ്റ്റിഫായിട്ട് നിന്നോളും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതിയാകും. അപ്പം എല്ലാ പോർഷനും ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ മതി, അതുകൊണ്ട് കുറച്ചൊന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്, അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ വൈറ്റ് കളർ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക.
അപ്പം നിങ്ങൾക്ക് കേക്കിൻ്റെ കളറിനനുസരിച്ച് അല്ലെങ്കിൽ തീമിനനുസരിച്ചിട്ട് ഈ ഷൂസിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർപ്പിളും വൈറ്റും തീമിലുള്ള കേക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡിൽ ഞാൻ ഷൂസും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിലതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത ഷൂസ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് സപ്പോർട്ടീവായിട്ട് നിൽക്കാനായിട്ട് കുറച്ച് ടിഷ്യൂ വെച്ച് കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു രീതിയാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കറക്റ്റായിട്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു വൈറ്റ് പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റിയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെംപ്ലേറ്റ് അല്ലാതെ വേറെ മോഡലുള്ള ഷൂസ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു രീതിക്കും നമുക്ക് ഷൂസ് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള പോർഷൻ ഞാനിത് ഇതുകൊണ്ട് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇത് ഇതുപോലെ 3 ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിത് ഇതുപോലെ തിന്നായിട്ടുള്ള ഫോണ്ടന്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ? ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ദേ ഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുത്തതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ബേക്കിൽ ഒട്ടിക്കാനായിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷം ഒന്ന് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഫൈനലായിട്ട് ഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതുപോലുള്ള ഷൂസൊക്കെ ഉണ്ടാക്കി നമുക്ക് ബേബി ഷവർ കേക്കിനും അതുപോലെ തന്നെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും തീം കേക്ക്സിലൊക്കെ നമുക്കിതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു ഷൂസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. അതിൻ്റെ ഫോട്ടോ കാണിക്കാം. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.